ഓക്കെ, എല്ലാവർക്കും മിസ്റ്റർ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലീഡിങ് കേസസ് ഡിസൈഡഡ് ബൈ സുപ്രീം കോർട്ടാണ് അല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓൺലൈൻ സർവീസ് വഴി ഓരോ എംപ്ലോയീസിൻ്റെയും ഓൺലൈനിൽ അവർ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് ഗവൺമെൻറ് സൈറ്റിൽ കയറി സാലറി റിലേറ്റഡ് ആയിട്ടുള്ള അലവൻസും അവരുടെ ലോസസും ബെനിഫിറ്റും അവർക്ക് കിട്ടുന്ന സാലറി സ്കെയിലും ഒക്കെ ചെക്ക് ചെയ്ത് ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ഈ ഒരു ഇൻകം ടാക്സ് ആൻഡ് മാർക്കറ്റിംഗ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ മീൻസ് സബ്ജക്റ്റിൽ നമുക്ക് അറ്റ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സംഭവമാണ് ലീഡിങ് കേസസ് ഡിസൈഡഡ് ബൈ സുപ്രീം കോർട്ട്. അപ്പോൾ സുപ്രീം കോർട്ടിൽ ഓരോരോ ആളുകൾ, അതായത് ഇൻഡിവിജ്വൽസ്, സുപ്രീം കോർട്ടിലെ ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് ഓരോരോ കേസും കൈകാര്യം ചെയ്യുന്നത്, അതെങ്ങനെയാണെന്ന് നോക്കാണ്. ക്യാപിറ്റൽ ഗെയിന്, വെർഡിക്ക്, അലവൻസ്, പെർക്യൂസൈറ്റ്സ്, സൂര്യാരോഷ്ണി, ഇതൊക്കെ സൂര്യാരോഷ്ണി എന്ന് പറയുന്ന ഒരു കേസ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. മീൻസ് കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ്? ലീഡിങ് കേസസ് ആണ്. എന്തൊക്കെ കേസസ് ആണ് ഡിസൈഡഡ് ബൈ ആരാണ്? സുപ്രീം കോർട്ട് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ സുപ്രീം കോർട്ടാണ് ആര്? നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏരിയ സുപ്രീം കോർട്ടാണ്. അവർ ഡിസൈഡ് ചെയ്തത് വഴിയുള്ള ഓരോ കേസുമാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ സുപ്രീം കോർട്ട് പറയുന്ന കേസസ് ഏതൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം അല്ലേ. എന്തൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്? അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് കേസസ് ഓഫ് സുപ്രീം കോർട്ട് റിലേറ്റിംഗ് ടു ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം ടാക്സ്, അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ഓഫ് ദ ബേസിസ് ഓഫ് ജഡ്ജ്മെൻറ്റ് ഗിവൺ സച്ച് കേസസ് സുപ്രീം കോർട്ട്. ഇൻട്രൊഡക്ഷൻ എന്താണ്? ദ മെയിൻ പർപ്പസ് ഓഫ് ദിസ് യൂണിറ്റ് ഈസ് ഡിസ്കസ് ദ ഗിവൺ ബൈ സുപ്രീം കോർട്ട് വേരിയസ് കേസസ് റിലേറ്റിംഗ് ഇൻകം ടാക്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇൻകം ടാക്സിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിലേറ്റഡ് ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോർട്ട് ഡിസൈഡ് ചെയ്തിട്ടുള്ള ഓരോ കേസുകളും ഏത് വ്യക്തിയാണ് അത് കൊണ്ടുവന്നത്, അതിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്നൊക്കെയുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇറ്റ്സ് പ്രൊവൈഡ് ദ സിംപ്ലിഫൈഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കേസസ്. നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കേസസ്. ഈ സുപ്രീം കോർട്ടിൻ്റെ, കാരണം ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്കും മനസ്സിലാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ടിൻ്റെ ഓരോരോ കേസസിൽ വരുന്ന ഓരോ വേരിയേഷൻസും അതിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത് നമ്മുടെ ലീഡിങ് കേസസ് ഡിസൈഡഡ് ബൈ സുപ്രീം കോർട്ട്. അപ്പോൾ കേസസ്, income tax and rules and regulations, it provides the simplified understanding of cases so that students can relate them the practical questions and theoretical understanding with practical knowledge. അപ്പോൾ ഈ ഒരു കണ്ടന്റ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ നോളജ് ആയിട്ട് ചിന്തിക്കാനും പറ്റും. അതൊരു ബെനിഫിറ്റ് ആണ്. ഹെൻസ് ദ യൂണിറ്റ്സ് കവേഴ്സ് ദ സുപ്രീം കോർട്ട് ഓൺ ദി പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആൻഡ് ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം അല്ലേ. ഇതിൽ ലീഡിങ് കേസസ് ഓഫ് സുപ്രീം കോർട്ട് ഏതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കേസസുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് ക്യാപിറ്റൽ ഗെയിൻ സംബന്ധിച്ച കേസസ് ഉണ്ട്, വേർഡിക്റ്റ്, അലവൻസ്, പെർക്യൂസൈറ്റ്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കേസസ് ആണ്. അപ്പോൾ കേസ് മിസ് ജസ്റ്റ് വായിക്കുക, ഏതൊക്കെ കേസാണ് നമുക്ക് ഈ ഒരു നിങ്ങൾ ഈ ഒരു കണ്ടന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ലീഡിങ് ദ കേസസ് ഓഫ് സുപ്രീം കോർട്ട്, അതായത് അനാലിസിങ് ദ ഭാരത് വി പട്ടേൽ ജഡ്ജ്മെൻറ്റ് ഇൻ 1918 ഇൻകം ഫ്രം സാലറീസ്. ഫസ്റ്റിലെ കേസ് ഏതാണെന്നറിയോ? ഫസ്റ്റിലെ കേസ് ഭാരത്, BHARAT, ഭാരത് വി പട്ടേൽ ജഡ്ജ്മെൻറ്റ്. ഓക്കെ, എപ്പോഴാണ്? 2018. അത് ഇൻകം ടാക്സ് സാലറി സംബന്ധിച്ചാണ് ഈ ഒരു കേസ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സാലറീസ്, ഇൻകം ഫ്രം സാലറീസ് ആണ്. ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലുള്ള കേസാണ് ഫസ്റ്റ് ഭാരത് വി പട്ടേൽ ജഡ്ജ്മെൻറ്റ് ഇൻ 2018 കേസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സുപ്രീം കോർട്ട് കേസായിട്ട് നമ്മൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാവുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് കേസ് മറന്നുപോയത് ഭാരത് വി പട്ടേൽ ജഡ്ജ്മെൻറ്റ് 2018 കേസ്. ഓക്കെ,
അപ്പോൾ ഇത് ഇൻകം ഫ്രം സാലറീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. എന്താണ് സുപ്രീം കോർട്ട് ഇതിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് വെച്ചത് മിസ് ഒന്ന് വായിക്കാം. ഓക്കെ, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഭാരത് വി പട്ടേൽ വാസ് ദ ചെയർമാൻ ഓഫ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഇൻ ഇന്ത്യ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പേരാണെന്ത്? ഭാരത് വി പട്ടേൽ. മാറിപ്പോയത് ഭാരത് വി, അത് മിസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുപ്രീം കോർട്ടിലെ കേസ് ഫസ്റ്റ് നമ്മൾ ജഡ്ജ്മെൻറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയാൻ പോകുന്നു. ഭാരത് വി പട്ടേൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം. ആരാണ്? മാനേജിംഗ് ഡയറക്ടറാണ്, ചെയർമാനാണ്, ഇന്ത്യൻ ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഗാംബിളിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. വിച്ച് വാസ് ദ സബ്സിഡറി ഓഫ് USA. ദ അസസിസ് വാസ് വർക്കിംഗ് ആസ് എൻ എംപ്ലോയി വിത്ത് P&G ആൻഡ് ഇഷ്യൂഡ് എ സ്റ്റോക്ക് അഗ്രിഗേഷൻ റൈറ്റ്സ് വിത്തൗട്ട് കൺസിഡറേഷൻ ഫ്രം 1991 to 1996. Upon redemption of these SARAs of assessees received the amount of perquisite taxed income from salaries. അത് ഇൻകം ഫ്രം സാലറീസ് എന്ന് കിട്ടുന്ന ഇതിൽ ഓരോ ശതമാനമാണ് പറഞ്ഞതിൽ. അവർ ഓരോ വ്യക്തികളും വ്യത്യസ്ത സാലറികളാണ് വാങ്ങുക. അപ്പോൾ വ്യത്യസ്ത ശതമാനം, അതിന് ഓരോരോ വേരിയേഷൻസ് ഉണ്ടാവും അല്ലേ. അവർ വാങ്ങുന്ന പിന്നെ പേഴ്സൻറ്റേജിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇതിനോടനുബന്ധിച്ച് അദ്ദേഹം ഉണ്ടാക്കിയ കേസാണ് ഭാരത് വി പട്ടേൽ ജഡ്ജ്മെൻറ്റ് ഓഫ് 2018 എന്ന് പറയുന്ന ഒരു കേസ്. വേറൊരു കേസ് പറയുമ്പം സൂര്യ റോഷ്നി, മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട് സൂര്യ റോഷ്നി. ഓക്കെ, ഇതൊരു കേസാണ്. സൂര്യ റോഷ്നി കേസ്, ഇത് ഇവിടെ എഴുതല്ലേ കേസ്. സൂര്യ റോഷ്നിന് എന്താ പറയുന്നത്? എന്ത് കേസാണ് സൂര്യ റോഷ്നി? സൂര്യ റോഷ്നി ലിമിറ്റഡ് വി (2019) പ്രൊവിഡൻറ്റ് കോൺട്രിബ്യൂഷൻ ഓൾ അലവൻസസ്. ഓക്കെ, അതായത് 2019 ഈ ഒരു കേസ് വന്നത്. ഓക്കെ, ഇത് എന്തിനോടനുബന്ധിച്ചാണ് വന്നതെന്ന് വെച്ചാൽ, അതായത് കോൺട്രിബ്യൂഷൻ ഓൾ അലവൻസ്, പ്രൊവിഡൻസ് അലവൻസ്, പ്രൊവിഡൻറ്റ് ഫണ്ടില്ലേ, പ്രൊവിഡൻറ്റ് പ്രൊവിഡൻസ് അലവൻസ് സംബന്ധിച്ചുള്ളതാണ് സൂര്യ റോഷ്നി ലിമിറ്റഡ് കേസ് ഓഫ് VEPFR 2019. ഓക്കെ, അപ്പോൾ സൂര്യ റോഷ്നിൻ്റെ ഇതാണ് സെക്കൻഡ് കേസായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സുപ്രീം കോടതി ഡിസൈഡ് ചെയ്ത കേസുകളാണ്. അതായത് എന്ത് റിലേറ്റഡ് ചെയ്തിട്ട് നമ്മുടെ ഇൻകം ടാക്സിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് ഇത്ര ശതമാനം ഇങ്ങനെ അലവൻസ്, ഇത്ര ശതമാനം മെഡിക്കൽ, ഇത്ര ശതമാനം എന്നുള്ളത് ഓരോരുത്തർ എന്താണ് ഇത് എങ്ങനെയാ പറയുന്നത്, റെക്കോർഡിക്കലി ആയത് ഈ ഒരു സുപ്രീം കോടതി ഡിസിഷൻ എടുത്തതിന് ശേഷമാണ്. ഈ ഡിസിഷനാണ് ഏതൊക്കെ കേസിലൂടെയാണ്, ആരൊക്കെയാണ്, എത്ര ശതമാനമാണ് സാലറീസിന് അലവൻസ്, എത്ര വേണം മെഡിക്കലിന് സപ്പോർട്ട് ലീവ്, ഇതൊക്കെ മനസ്സിലാക്കുന്നത് എന്താണ് ഈ ഒരു കാര്യത്തിലൂടെയാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു കേസ് ഉണ്ട്, കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് വി പോദാർ അല്ലേ, പോഡാർ PODAR പോഡാർ സിമെൻറ്റ്. ഓക്കെ, പ്രൈവറ്റ്ലി 1997. ഹൗസ് പ്രോപ്പർട്ടി സംബന്ധിച്ചൊരു കേസ് ഉണ്ട്. ഓക്കെ, ഇത് അലവൻസ് പ്രിക്വേഴ്സ് വഴി, ഇത് വേറെ കേസ്. നമുക്ക് ഇതെന്ത് ചെയ്യാം, അവിടെ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. ഓക്കെ, കമ്മീഷൻ ഇൻകം ടാക്സ് VS PODAR, മറന്നു പോകരുത്, PODAR സിമെൻറ്റ്. ഓക്കെ, ഇതൊരു കേസാണ്. ഇത് ഏത് കേസുമായി സംബന്ധിച്ചാണ് അത് വരുന്നത്? ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, ഹൗസ് പ്രോപ്പർട്ടി ആയി സംബന്ധിച്ചാണ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആൻഡ് പോഡാർ സിമെൻറ്റ് എന്ന് പറയുന്ന ഒരു കേസ്. അത് ഹൗസ് പ്രോപ്പർട്ടിയായി സംബന്ധിച്ചുള്ള കേസാണ്. Okay, the response of Podar Cement is a company as an assessee under
ദി ആക്ട്, ഏത് ആക്ട്? ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിൽ വന്നൊരു ഡിസിഷൻ എടുത്തൊരു കേസസ് ആണ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആൻഡ് പോഡാർ.